നമ്മുടെ ഇതാണ് നമ്മുടെ റോഷന്റെ ഫാമിലി. നമ്മുടെ റോഷൻ ഇവിടെ കല്ലിടിയിലിന് പോലും ഇല്ലാത്ത ഒരാളാണ്. ഇവരാരും ഇല്ലായിരുന്നു. കല്ലിടിയിലിനാട്ടെ കട്ടറോപ്പിനാട്ടെ ഒരു കാര്യങ്ങൾക്കും ഇല്ലായിരുന്നു. എഗ്രിമെന്റ് എഴുതി പോയതാണ്. അന്നേരം തിരിച്ചു വന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞെട്ടിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഇവരുൾപ്പെടെ പിന്നെ വന്നവരെ പോയവരെ ഒരു 70-75 ആൾക്കാരോട് എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഉല്ലാസൻ്റെ. ഭയങ്കര അവർ പറയുന്നത് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരു കൊച്ചു ഭവനം, ഒരു കൊച്ചു ഫാമിലിക്ക് പറ്റിയ ഭവനം. ഭയങ്കര സന്തോഷം, ഹാപ്പി. ആരെയും കണ്ടിട്ടില്ല. ഞാൻ വ്യാഴാഴ്ച വരുന്നു, ബുധനാഴ്ച വരുന്നു, വെള്ളിയാഴ്ച പാല് കാഴ്ച. അന്നാണ് ഞാൻ ഈ വീട് കാണുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും വീഡിയോ കണ്ട് സമീപിച്ചു. 2-3-4 വീട് എന്നെ കൊണ്ട് കാണിച്ചു. അതേ ഉല്ലാസിന്റെ വീട് ഉൾപ്പെടെ എന്നെ കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ എഗ്രിമെന്റ് എഴുതി പോയ ആളാണ്. പിന്നെ ഇപ്പോഴാ കാണുന്നത്. കല്ലിടിയിലും എന്റെ സാന്നിധ്യത്തിൽ ചെയ്തു, കട്ടളവും പാലും എല്ലാം. അന്നേരം ആരും ഇല്ലായിരുന്നു ഇവിടെ. അന്നേരം പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോ. ഇല്ല, നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, പൊതുവെ കോൺട്രാക്ടർമാരെ ആർക്കും വിശ്വാസം ഇല്ല. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ അത്ര ഇത് കണ്ടു, സംസാരിച്ചു. നമ്മൾ ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചില്ലേ വീട്ടിൽ. അവിടെ അന്ന് ആ ഒരു 10-ാം തീയതി നമുക്ക് വിശ്വാസമായി. അതുകൊണ്ടല്ലേ ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്കൊരു ഇതുണ്ടായിരുന്നെന്ന് വെച്ചാല് എല്ലാം ഏൽപ്പിച്ചേച്ച് പോയി. നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാന്ന്. പക്ഷെ ഞങ്ങള് ലാസ്റ്റ് ഫൈനൽ ഡേ ഞങ്ങൾ കണ്ടപ്പോൾ ശരിക്കും അതെ, എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പാലയാച്ചിന് മുന്നേ എത്തിയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. അങ്ങനെ എപ്പോഴും വിളിക്കുമായിരുന്നു, വിളിച്ച് ചോദിക്കായിരുന്നു ഉല്ലാസം എന്തായാലും വിളിക്കുമായിരുന്നു. സമാധാനമായി എല്ലാം. ഈ വർക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഈ വർക്ക് ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിനകത്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അത് അറേഞ്ച് ചെയ്തു. മാത്രമേ ഉള്ളൂ നമ്മള് ചെയ്തത്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ചെയ്യാൻ മഴയും കൂടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അത് ക്ലീൻ ചെയ്ത് സെറ്റായി. എല്ലാം ചെയ്തു തന്നു. സെറ്റായി ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് ആകെ ചെയ്ത ഡാൻ റൂഫ് മാത്രം ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. അതിപ്പോ മഴയാണെന്ന് ചെയ്യാൻ പറ്റില്ല, അതുകൂടെ ഉള്ളു. ബാക്കിയെല്ലാം ഈ കുഞ്ഞു സൗകര്യത്തിലെല്ലാം ഓക്കെ. സന്തോഷം. ഇന്റർലോക്ക് കട്ട എങ്ങനെ നല്ല സൂപ്പർ. എല്ലാം അതല്ലാതെ എല്ലാവരുമായി കൂളിംഗ് ആണ് ഈ പരിക്കകത്ത്. എന്നുവെച്ചാൽ ഒത്തിരി ആൾക്കാർ ഇന്റർലോക്ക് കട്ടയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, വെട്ടുകല്ലിന്റെ. അത് പറയുമ്പോൾ ഓരോരുത്തർ എന്ന് വെച്ചാൽ പൊതുവെ മേശരിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു പരവും കൊള്ളത്തില്ല, ഉരുണ്ട് വീഴും വരെ. നിങ്ങളിപ്പോ ഇതിനകത്ത് നല്ല കൂളിംഗ്, നല്ല ചൂട് സമയത്ത് വന്ന് അത് ഞാൻ വെക്കാൻ കാരണം ഉല്ലാസിന്റെ വീട് കണ്ടിട്ട്. ഉല്ലാസിന്റെ വീട് ഇത് വെച്ചാ ചെയ്തെന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ പിന്നെ അത് തന്നെ മതി എന്ന് പറഞ്ഞു. നമ്മുടെ ഈ അടച്ചിട്ടിട്ട് ഇതിനകത്ത് എയർപോർട്ട് നമ്മുടെ റൂമിനകത്തേക്ക് കണ്ടിട്ടില്ല. ഇതിനകത്ത് ആ ഒരു കുളിയുമ്പോ തറയില്ല കിട്ടിയ എല്ലാം നല്ല കൂളിംഗ്. രാത്രി രാവിലെ രാവിലെ ബുക്ക് ചെയ്യും. നല്ല തണുപ്പുണ്ട് രാവിലെ. ഇപ്പോഴത്തെ കാലാവസ്ഥയിലും നല്ല. അന്ന് ഞാൻ വന്നത് ഏപ്രിലായിരുന്നു ഉല്ലാസിന്റെ വീട്ടിൽ വന്ന്. നമ്മളെ വെയിൽ കൊണ്ടുവന്ന് കയറിയിട്ട് ഉല്ലാസ് അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കൂളിംഗ് ഈ കട്ട ചെയ്യാൻ പറഞ്ഞ എൻ്റെ അടുത്ത്. നല്ല ഇതായിരുന്നു. അല്ല, എനിക്ക് ഇവിടെ വന്നിട്ട് ഞാനിപ്പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. സെറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഡൈനിങ് സെപ്പറേറ്റ് അത് നിങ്ങളുടെ അറേഞ്ച് ചെയ്ത. പക്ഷെ അത് പക്കയാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി വി യൂണിറ്റ് ആയാലും ജിപ്സ് ആയാലും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത സാധനങ്ങളാണ്. അതിനകത്തൊന്നും ഞാൻ കൈവിട്ടില്ല. ഞങ്ങൾ വന്നപ്പോഴാണ് അത് കാണുന്നത്. അതെല്ലാം കൊണ്ട് ഹാപ്പിയുള്ള അമ്മ ചെയ്യാം. അല്ലേ, ഓരോരുത്തർ വലിയ വലിയ വീട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും പറയാറുണ്ട്, ഓരോരുത്തർക്ക് കിച്ചൺ വലുത് വേണം, അങ്ങനെ വേണം. അപ്പൊ ക്ലീനിങ് എപ്പോഴും ബുദ്ധിമുട്ടാണ് എല്ലാ വീട്ടിലും. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ 2 നിലയാണ്. 2 നില എന്ന് വെച്ചാൽ നമ്മുടെ മേടത്തെ ക്ലീനിങ് എല്ലാം ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാവരും പറയും 3 ബെഡ്റൂം താഴെ തന്നെ ചെയ്ത് നല്ല സൗകര്യം, ബഡ്ജറ്റ് കുറച്ച് ചെയ്യാം. വന്ന ആൾക്കാരും അത് തന്നെ എന്നോട് പറഞ്ഞു. നമ്മളിപ്പോ വീടിന്റെ താഴെ തന്നെ കൊടുക്കുന്നത് നമുക്ക് 10 ലക്ഷം രൂപ കറക്റ്റ് ആണ്. സത്യസന്ധമായിട്ട് പറയും 7 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് വീട് ചെയ്തിട്ട് അത് എന്താ പറയുക ചുമ്മാതെ പറയുന്നതാണ്. 10 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് നെസ്റ്റ് അയക്കുന്ന കിച്ചൺ കബോർഡ്. ബാക്കിയെല്ലാം ഇതിനകത്ത് തന്നെ തീർന്നു. കാര്യങ്ങളൊന്നും പിന്നെ പെയിന്റിങ്ങിന്റെ ഒരു 6000 രൂപ 6000 രൂപ 1000 രൂപ വേറൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഞാൻ നിർബന്ധിച്ച് ചെയ്തത്, അല്ലാതെ വേറൊന്നും
പിന്നെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടില്ല. ചിലപ്പോ ഇവിടെ പലരും അയലത്തുകാരെല്ലാരും നോക്കാനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ അപ്പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കിയിട്ടില്ല ഞങ്ങൾ അല്ല, ഞങ്ങളുടെ അപ്പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. ബെന്നിപ്പാപ്പൻ പപ്പാടലി. ആണെങ്കിലും അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, എല്ലാം കറക്റ്റ് ബ്രാൻഡഡ് സാധനം ഇട്ടാ ചെയ്യുന്നത്. സിമെന്റ് ആണെങ്കിലും കമ്പി ആണെങ്കിലും എല്ലാം പുള്ളി എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് അല്ല, നമ്മളിപ്പോ നിങ്ങളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയാലും സ്വാഭാവികമായിട്ട് ആരെങ്കിലും നോക്കാൻ പറ്റും. അവരിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതേ ഉള്ള ഒരാളെ കണ്ണി പിടിച്ചിട്ട് നെഗറ്റീവായിട്ട് പറയാം. എന്തായാലും നോക്കാം, ആരായാലും വന്ന ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയാലും എന്തായാലും നമ്മളൊന്നും ഒരു പരിചയമില്ലാത്ത ആളുകൾ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്തായാലും നിങ്ങൾ തന്നെ പറയുമ്പോൾ നോക്കണമെന്ന് പറയും. നമ്മളില്ലാത്തപ്പോഴായിരിക്കും അത് നോക്കുന്നത്. അന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കറക്റ്റ് ആണ് പിന്നെ നോക്കാനത് പേടിക്കണ്ടല്ലോ. അപ്പാപ്പൻ അത് പറഞ്ഞു, പുള്ളി വന്ന് നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് എല്ലാം നല്ല ബ്രാൻഡഡ് സാധനം തന്നെ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു തരും, വീഡിയോ അയച്ചു തരും, അതിങ്ങനെ പറയുമായിരുന്നു. ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു, എല്ലാം നല്ല സാധനം. സാധാരണ ആൾക്കാർ ഇതിങ്ങനെ പറഞ്ഞിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഇടിച്ച് കയറ്റും. അതും ഇല്ല, നല്ല കാര്യം തന്നെയാണ് എല്ലാം ചെയ്തത്. സ്റ്റൈലായാലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാകും വൃത്തിക്ക് കിടക്കുമല്ലോ. പിന്നെ കിച്ചനകത്ത് നമ്മളെല്ലാരും ചെയ്യുന്നത് വുഡൻ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വെറൈറ്റി നല്ല ഇതായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വിച്ച് ബോർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും സ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അല്ല, വൈറ്റ് ആകുമ്പോൾ കുറച്ച് നാളാകുമ്പോഴേ അത് എപ്പോഴും അഴുക്കാവും. നമ്മുടെ കിച്ചനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി കൊടുത്തിട്ട് വൈറ്റ് നല്ലൊരു വേറെ ഷെയ്ഡാക്കി ഇതാകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ തന്നെ കിടന്നു. അതും ബ്രാൻഡ് ആങ്കർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതെല്ലാം കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണല്ലോ? 100% ഹാപ്പി. അങ്ങനെ ആൾക്കാരുണ്ടോ നമ്മുടെ കസ്റ്റമർ അല്ല ക്ലയന്റ് അല്ല വീഡിയോ കാണുന്നവരോട് പറയാൻ നിങ്ങൾ തീർച്ചയായും ഉല്ലാസമായിട്ട് കോൺടാക്ട് ചെയ്യുക. ധൈര്യമായിട്ട്, ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറയുക, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. ഒന്നും അറിയണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. അല്ല, നമ്മളിപ്പോൾ അടുത്ത് 20-25 ലക്ഷം രൂപ മുടക്കുന്നതും ഇതും തമ്മിൽ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലെ പൈസയ്ക്ക് അനുസരിച്ച് ചെയ്ത് കടങ്ങൾ ഇങ്ങനെ വരാതെ നമുക്ക് നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അത് ഈ ഇപ്പം നമ്മൾ ഒരു 25-30 ലക്ഷം രൂപ മേടുത്ത വീട് വെച്ചിട്ട് ലോണും എടുത്ത് ലാസ്റ്റ് വീടും പോവും, എല്ലാം പോവും. അതിന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതുകൊണ്ട് നമ്മളൊരു കൊച്ചു വീട് പോകാനും പറ്റും. സൗകര്യങ്ങളാണ്. നല്ല സൗകര്യം, നല്ല സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ.